ഹായ്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോക്ക് ഇത്ര നമ്മുടെ സബ്സ്ക്രൈബർ 1000 ആളായി. അതെയാ? അപ്പൊ സന്തോഷമായി അല്ലേ? അതെ. അങ്ങനെ അതൊന്ന് അറിയിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോ നമ്മൾ എടുത്തത് എപ്പോഴോ അത്ര ആൾ ഞങ്ങൾക്ക് ആക്കിന് ഇത്ര എന്ത് സബ്സ്ക്രൈബ് അത്ര ആക്കിന് അത് കിട്ടിയത് വലിയൊരു സന്തോഷമായി ഞങ്ങൾക്ക്. നോക്കയുടെ ദിവസം എനിക്ക് പണിയും ഇല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞി കേക്ക് കൊടുന്നിട്ട് കേക്കെല്ലാം കട്ടാക്ക. അങ്ങനെ അപ്പൊ നമ്മള് ഇത് പഴയ നമ്മുടെ വീഡിയോ ഉണ്ടായല്ലേ, അതൊക്കെ 6000 ആയിട്ടുണ്ടായി. ആ 6000 ആയപ്പോഴാണ് അത് ക്യാൻസൽ ആയി പോയത്. അതല്ലാതെ ഇപ്പൊ പുതിയത് ഇപ്പൊ ആക്കിയതിൽ അത്ര ആയി. അത് ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് അല്ലമ്മ? അതേമാതിരി കൊറേ ആൾക്കാര് നമുക്ക് വ്യൂ ഇത് പറഞ്ഞ് നല്ല ദയവിട്ട് ഞങ്ങൾക്ക് ഇതേമാതിരി ഞങ്ങൾ ഫസ്റ്റ് ആക്കിയിട്ട് തോത്തോരാന്ന് ഞങ്ങളെ ജയിപ്പിക്കണു. എല്ലാരും ഇതേപോലെ ഞങ്ങൾക്ക് എന്ത് അത് പറയാൻ എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ആക്കണോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറയണത്. അങ്ങനെ നമുക്ക് സപ്പോർട്ട് ആക്കുന്നുണ്ടല്ലേ? അതെ, ഇതേമാതിരി എപ്പോഴും മുമ്പോട്ട് അങ്ങനത്തെ സപ്പോർട്ടെല്ലാം ആക്കി പറയും. പിന്നെന്ത് ആൾക്കാർ നമ്മള് പഴയ വീഡിയോ നോക്കിട്ട് എന്താ പഴയ വീഡിയോ ഇല്ലാത്തത് എന്നല്ല ചോദിക്കുന്നുണ്ട്. അത് മെനിങ്ങാന്ന് പറഞ്ഞ് എന്തെന്ന്. പിന്നെ ഇത് ചോദിക്കുന്നുണ്ട് എല്ലാരും. അതിനു വേണ്ടിട്ടല്ലേ നമ്മൾ പിന്നെയും വേണ്ട പറഞ്ഞു വിട്ടതിനെടുത്തത്. അതെ, കൊറേ ആൾക്കാർ കമന്റും ആക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. മെനിങ്ങന്നത്തെ വീഡിയോയില് ആയി പൊന്നമ്മ എന്നല്ല ചോദിച്ച് കൊറേ ആൾക്കാർ ആയല്ല, അവർക്ക് വരെ ആയി നമ്മുടെ വക. അതെ അതെ അതെ, അവർക്കൊരു ആയി. അതെ, അങ്ങനെ ഞങ്ങളുടെ കുട്ടികളെല്ലാം കൂടിയിട്ട് നമ്മളെ ജയിപ്പിക്കാൻ നോക്കണ ഇതുണ്ട്. അവരുടെ പേരില് ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരില് നമ്മൾ ഒരു കുഞ്ഞി കേക്ക് കൊടുന്നിട്ട് ഞങ്ങൾക്കിപ്പോ ഒഴിവില്ലാത്ത കൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ളത്. പിന്നെ 5 മണി 4 മണി എല്ലാം ആവുമ്പോ വന്ന് കേറുള്ളൂ. ഞങ്ങൾക്കൊരു കേക്ക് കൊടുന്നിട്ട് കട്ടാക്കാം. സന്തോഷത്തിന്. അതെ, സന്തോഷത്തില് കുട്ടികളെല്ലാം ആരും ഇല്ലല്ലേ ഇപ്പൊ നമ്മൾ രണ്ടാളല്ലേ? അന്നങ്ക് രണ്ടാള്. അതെ, നമ്മൾ അവിടെ ഉണ്ടാവുന്ന നേരത്ത് കൊറേ അപ്പുറം ഇപ്പുറം ഉള്ളവരെ വരുന്നുണ്ട്. എല്ലാരും അവരെ പറയണുണ്ടായി ഇത്ര ആയല്ലേ നിങ്ങ കേക്ക് കട്ടാക്കുന്നില്ലേ, ഞങ്ങളെയും വിളിക്കണാന്ന് എന്നെല്ലാം പറയൂ. ഇപ്പൊ ഇവിടെ 2 കുടുംബം അവരും പണിക്ക് പോവും. പിന്നെ വീട്ടിലും ഭാര്യ ഭർത്താവ് ഇവരും പോവും ഇപ്പൊ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കുട്ടികളെല്ലാം 2 പഠിക്കാൻ പോണല്ലേ. അങ്ങനെ ഞങ്ങ മതിയപ്പ. ഇപ്പൊ ദൈവത്തിന് ഒരു വിളക്ക് വെക്കണ ഒറ്റയ്ക്ക് ഉണ്ടായെങ്കിൽ കുളിച്ചിട്ട് നമ്മൾ തൊഴുതിട്ട് വരുന്നില്ലേ? അങ്ങനെ അവിടെ ആൾക്കാർ അവർക്കൊരു ഇഷ്ടം നമ്മളുടെ വീഡിയോ കാണാനും. വീഡിയോ ആക്കുന്നില്ലേ ചോദിക്കും. ആയോ നല്ല ചോദിക്കൂ. ഇത് ഈ ബസല പറയുന്ന സാധനം ഉണ്ട് ഇവിടെ, നീലത്തിൽ വല്ലി മാതിരി. ഇത് ചെടിയാ ഒടിച്ചു കൊണ്ടുവരുന്നത് ഇങ്ങനെ തന്നെ. ഇത് പരിപ്പിന്റെ ഒപ്പം വെക്ക, പയറിന്റെ ഒപ്പം വെക്ക, അരച്ചു കൂട്ടണമെന്നില്ല. ഉള്ളി മുളക് ഇങ്ങനത്തെ എല്ലാം ഇട്ടിട്ട്, പച്ചമുളക് എല്ലാം ഇട്ടിട്ട് നല്ല ബന്ധപ്പാട് ഉടച്ചു വിട്ടിട്ട് കയ്യില് ഉടച്ചു വിട്ടിട്ട് വെളുത്ത ഉള്ളി കുത്തി കടുവെല്ലാം ഇട്ട് താളിച്ചാല് കട്ടിക്ക് വെക്കണം. വെള്ളം മാതിരിയല്ല. ഇത് നല്ല തണുപ്പുള്ള സാധനം. പിന്നെ ഈ ടൈമില് ഇത് നല്ലോണം വരലും കുറച്ച് ഉണ്ടല്ലേ, നല്ലോണം വരും തണുപ്പ് ടൈമിലല്ലേ. അതെ, അല്ലാങ്കും വരും. ഇതിലൊരു പൂവെല്ലാം ഉണ്ടല്ലേ? പൂവുണ്ട്. ഇത് ഇത്രയ്ക്ക് ചെടി ആവുന്നുള്ളൂ. ഇത് കുറച്ച് വേര് വിട്ടിട്ട് ഒടിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാ. എന്റെ ചെറിയ മോന് പനിക്ക് പോന്നടുത്ത് ഇത് ഉണ്ട് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് അത് ഇന്ന് കറി വെക്കുന്നല്ലേ. നല്ലതായി. പിന്നെ സൈഡ് എന്താന്ന് വേണല്ലേ?
ഇവിടെ ഒരു സൈഡ് ഉണ്ടല്ലേ, ഇത് നല്ല കാച്ചിന്റെ ഇല മാതിരി ഉണ്ടല്ലേ? അതെ അതെ, നല്ല ഇത് കറി. പിന്നെ എന്താക്കണമ്മ, പിന്നെ ഉണക്ക് വറക്കണ, പപ്പടം വറക്കണ. പപ്പടം ഉണ്ട്, വേണമെങ്കിൽ ഉണക്കമീനും ഉണ്ട്. അതെ, കടലേന്റെ ഒപ്പമല്ല ഇത് വെക്കാനാവില്ല, പിന്നെ മമ്പയറിന്റെ ഒപ്പവും വെക്കാനാവൂ. ഇത്ര രുചി വരില്ല. ചെറിയ പയറിന്റെ കൂടെ പരിപ്പിന്റെ കൂടെ വെക്കുന്ന അത്ര രുചി അതെല്ലാം ഇട്ടിട്ട് വെച്ചാല് വരില്ല. അത് പരിപ്പ് ഒന്നാമത്തത് ഇതിന് നല്ലത്, പിന്നെ ചെറുപയറും. ഇതിപ്പോ എങ്ങനെയാ ക്ലീൻ ആക്കുന്നത്? ഈ പൂവെല്ലാം പറിച്ചു കളയുക, ഇത് പറിച്ചു കളയുക. പിന്നെ ഇതില് എന്താണ്ട് പുസു ഉണ്ടാകുന്ന ഇലയിൽ ഇങ്ങനെ നോക്കുക. നോക്കിയിട്ട് നല്ലോണം എല്ലാം ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ചെറുങ്ങനെ അറിഞ്ഞിട്ട് കഴുകിട്ട് പരിപ്പ് വെന്തപാട് അതിലേക്ക് നല്ലോണം പിഴിഞ്ഞിട്ട് ഇടുക. അത് സടാന വേവും. ഇത് അതിന് പരിപ്പ് വെന്ത പിന്നെ ഇടല് അയ്യാ. പിന്നെ കടുവും എണ്ണ എല്ലാം ഇട്ടിട്ട് താളിച്ചിട്ട് ഒഴിച്ചാൽ അതിന്റെ പണി തീർന്നു. വെളുത്തുള്ളി മാത്രം കുത്തിയിട്ടിടും, നല്ല മണം ഉണ്ടാവും. കുറച്ച് ജാസ്തി ഇടണം അല്ലേ? അങ്ങനെ ഇങ്ങനെ ശ്വാസം എടുത്തും ചുമ കഫക്കെട്ടുള്ളവര് ഇത് തിന്നൂല. എന്താ പറഞ്ഞ അങ്ങനത്തെ തണുപ്പ് സാധനം ഇത് കൊറേ ഉണ്ട് പോലെ. കൊറേ ഉണ്ട്, നല്ല രുചിയും കറിയും. നമ്മുടെ മല്ലിച്ചപ്പില് ഇതാ പൂവായിട്ട് കണ്ട, മല്ലിപ്പൂ നല്ല ചെറിയ പൂവായിന്. കുറച്ചേ നീളം വന്നിട്ടുള്ളൂ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അത്ര നീളമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി അത് ചിക്കനെല്ലാം കൊണ്ടുവരുമ്പോൾ നമുക്കത് പറിക്കണം. ഇതാ പപ്പായി ചെടി, ഇത് വലിയ പപ്പായ, നല്ല ഇത് ചക്കൻ്റെ അങ്ങനെ ഉണ്ടാവും, അത്ര വലിയ പപ്പായ. ഇത് നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നിതാ മുളക് ചെടി, പച്ചമുളക് ഇല്ല, വേറെ വേറെ നടണം പറഞ്ഞിട്ട് ഉള്ളത്. അപ്പോഴത്തേക്ക് നല്ലോണം മഴ വന്നു. അതെ, തണ്ട് കുറച്ച് വലുതിരിക്കട്ടെ. അതിങ്ങനെയല്ലേ? ഇങ്ങനെയാ മുറിക്കുന്ന. വെന്ത് ഒരു ചൂട് ആവി തട്ടിയപാട് അത് വെന്തു അല്ലേ? പരിപ്പ് വേവണം നല്ലോണം. എന്ത് സാധനം ഇട്ടാലും അത് വേവണം. വെന്ത പിന്നെ ഇതിടാം. നല്ല മഴയും വരുന്നുണ്ട് അല്ലേ? നല്ല മഴയും വരുന്നുണ്ട്. ഇത് ഉച്ചാലും ഇത് നട്ടിട്ട് വേണ്ടി ചപ്പിട്ട്. അതെ, എല്ലാവരും വന്നിട്ട് നമ്മളുടെ ഇവിടെ ഉണ്ട് കൊണ്ടുപോകും. പിന്നെ നല്ല വണ്ണ ഉണ്ടാവും ഇത്, ഇതിന്റെ തണ്ടല്ലേ? കൊണ്ടുവന്നിട്ട് 2 ദിവസമായി. അതിനെ കൊണ്ട് ഭാര്യ വെട്ടിയിട്ട് ഇങ്ങനെ കാണണം. പിന്നോ ബാ, ഇത് വിൽക്കൂ. ബാ പിന്നോ, ചന്തല് വിൽക്കൂ. അതെ അതെ, കൂടി മതിയാ? മതി. ഇന്ന് പാലട്ട വേഗം വന്നല്ലേ? പറയുന്നത് പന്തല് കേറുന്നില്ലല്ലേ, അതിന് നിലത്ത് ഇത് ചെടിയേ ഉണ്ടാവും. ബായ് മസാല ഇത് നില മസാല. പൂ സൂപ്പറായി അല്ല, നല്ല അടിപൊളിയായിട്ട് വന്ന്. വെറും പൂ വന്ന അല്ല, വെറും പൂവ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോക്ക് അതെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാക്കി, ഷെയറാക്കി, സബ്സ്ക്രൈബ്. അതെ, ബൈ.